ധ്യാനത്തിനായിട്ട് തിരുമേനിയെ ക്ഷണിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരു മിനിറ്റ് തലകളെ വണക്കി ഈ പ്രഭാതത്തിൽ ദൈവ സാന്നിധ്യം ഉൾക്കൊള്ളാൻ ശ്രമിക്കാം. വിളിവോ നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു, വെളിവിയടിയ രഖിലാധാരമത വെളിവും നീ കാന്ത്യഞ്ഞ നിളെ നീ താതൻ കതിരേ ശോഭിപ്പിക്കേ. പ്രഭാതത്തിൻ്റെ ഉടയവന് സ്തുതി, കർത്താവിൻ്റെ ഭൃത്യന്മാരെ സ്തുതി പാടുവേൻ. നിങ്ങൾ കർത്താവിൻ്റെ നാമത്തെ സ്തുതിപ്പീൻ. കർത്താവിൻ്റെ നാമം ആദി മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിന് വേണ്ടിയുള്ള അതിലെ പങ്കാളിത്തത്തിന് ആവശ്യമായ ഒരുക്കത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുന്ന ഈ ദിവസം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയുടേതായ ഈ ദിവസം, നമ്മെ ചെറിയൊരു ആട്ടിൻകൂട്ടമായി കൂട്ടി വരുത്തിയ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. എവിടെ ആയിരിക്കുന്നു എന്നുള്ളതല്ല, ആരുടെ കൂടെ ആയിരിക്കുന്നു എന്നത് പ്രധാനപ്പെട്ടതാകുമ്പോൾ ദൈവത്തോടു കൂടെ ആയിരിക്കുന്നുവോ എന്ന് നമുക്ക് നമ്മെ തന്നെ ചോദിച്ച് ബോധ്യപ്പെടുത്താം. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന വാഗ്ദാനം നൽകിയ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് ബോധ്യപ്പെടുകയും ഉറപ്പാക്കുകയും ചെയ്യാം. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ തിരിച്ചറിയാൻ 3 വർഷത്തോളം അവനോട് കൂടെ സഞ്ചരിക്കുകയും അവനിൽ നിന്ന് കേൾക്കുകയും അവൻ നൽകിയ ഭക്ഷണം കഴിക്കുകയും അത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുകയും അവനെ അറിയുന്നു എന്ന് അഭിമാനിക്കുകയും ചെയ്തവർക്ക്, പക്ഷേ കൂടെ നടന്നവനെ തിരിച്ചറിയാൻ സാധിച്ചില്ല. നമ്മുടെ മധ്യത്തിൽ സന്നിഹിതനായിരിക്കുന്ന പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ അറിയുവാനും അവൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാനും നമുക്ക് ശ്രമിക്കാം. ശരീരത്തിലല്ല അവൻ സന്നിഹിതനാകുന്നത്, നമ്മുടെ കൂട്ടായ്മയിലും നമ്മുടെ ഉൾചിന്തകളിലും അത്രേ അവൻ സന്നിഹിതനാകുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചറിവ് ഒന്നാമത് പ്രയാസമേറിയതും രണ്ടാമത് പ്രത്യാശ നൽകുന്നതുമാണ്. പ്രയാസമേറിയതായിരിക്കുന്നത് നമ്മുടെ തിരിച്ചറിവുകൾ പലപ്പോഴും
ബാഹ്യ ചരണങ്ങളാൽ നിയന്ത്രിതമായിരിക്കുമ്പോൾ കാണുന്നത് മാത്രം കാണാൻ ശ്രമിക്കുകയും ചെവി കൊണ്ട് കേൾക്കാൻ സാധിക്കുന്നത് മാത്രം കേൾക്കുകയും കൈകൊണ്ട് തൊടാൻ മാത്രം സാധിക്കുന്നവയെ തൊടുകയും ചെയ്യുന്ന പരിചയത്തിൽ നിന്ന് കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്തതിനെയും ചെവി കൊണ്ട് കേൾക്കാൻ വയ്യാത്തതിനെയും സ്പർശിക്കാൻ വയ്യാത്തതിനെയും തിരിച്ചറിയാൻ പറ്റാതെ പോകുമ്പോൾ അത് പ്രയാസമേറിയ സാഹചര്യമാകുന്നു കർത്താവിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുക എന്നത്. എന്നാൽ അത് പ്രത്യാശയെ നൽകുന്നതാകുന്നു. കാരണം കണ്ണിന് കാണാൻ വയ്യാതായാലും ചെവിക്ക് കേൾക്കാൻ വയ്യാതായാലും കരങ്ങൾക്ക് സ്പർശിക്കാൻ വയ്യാതായാലും അവൻ്റെ സാന്നിധ്യം ഉറപ്പാക്കപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് അവൻ്റെ സാന്നിധ്യം പ്രത്യാശ നൽകുന്നതത്രേ. ശരീരമില്ലാതായാലും അതിൻ്റെ കഴിവുകൾ നശിച്ചാലും അതിൻ്റെ ബലം മോശമായാലും പക്ഷേ സാന്നിധ്യം അത് നൽകുന്ന എല്ലാ കഴിവുകളും നഷ്ടമാകാതെ നിലനിൽക്കും എന്നതുകൊണ്ട് ഈ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ഈ ലോകത്തിലെ വിദ്യാഭ്യാസത്തിന്, തൊഴിലിൻ്റെ ഉന്നതിക്ക്, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ഉറപ്പാക്കാൻ ഏറെ അധ്വാനിക്കുന്നവരാണ് നാം. പക്ഷെ അതെല്ലാം കണ്ണിന് കാണാൻ വയ്യാതെയോ ചെവിക്ക് കേൾക്കാൻ വയ്യാതെയോ ശരീരത്തിന് അനുഭവിക്കാൻ വയ്യാതെയാകുമ്പോൾ നഷ്ടമാകുന്നതാണ്. അതുകൊണ്ട് അതിനേക്കാൾ ഉപരി ക്രിസ്തു സാന്നിധ്യത്തെ, എന്ത് നഷ്ടപ്പെട്ടാലും നഷ്ടമാകാത്ത ക്രിസ്തു സാന്നിധ്യത്തെ തിരിച്ചറിയാൻ എത്ര അധ്വാനിക്കേണ്ടി വന്നാലും ആ അധ്വാനം വിഫലമാകുന്നില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടാം. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നമുക്ക് ഒരുക്കാം അവൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ. അവൻ്റെ സാന്നിധ്യം അവൻ തന്നെ വാഗ്ദാനം ചെയ്യുന്നത് പോലെ 2 or 3 പേർ കൂടി വരുന്നിടത്താണ്, ഒരുമനപ്പെട്ട് കൂടി വരുന്നിടത്താണ്. അതുകൊണ്ട് നമുക്ക് ഒരു ഉത്തരവാദിത്വം ലഭിക്കുന്നു. പരസ്പരം കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കൂടിവരവുകൾ സൃഷ്ടിക്കാൻ നമുക്ക് ഉത്തരവാദപ്പെട്ടിരിക്കുന്നു. അവൻ്റെ സാന്നിധ്യത്തിൽ വ്യക്തികളില്ല. വ്യക്തികൾ കൂട്ടായ്മയുടെ ഭാഗമായി തീരുന്നു. വ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ല, പക്ഷെ വ്യക്തികളില്ലാതെയാകുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തികളുടെ സ്വാർത്ഥതയല്ല, കൂട്ടായ്മയുടെ ബലമത്രേ പ്രധാനപ്പെട്ടത്. ആ ബലത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് അവൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് സ്വയം സമർപ്പിക്കാം. ഈ പ്രഭാതത്തിൽ, അതും വെള്ളിയാഴ്ചയുടേതായ പ്രഭാതത്തിൽ, ക്രിസ്തു സാന്നിധ്യത്തെ തിരിച്ചറിയുമ്പോൾ അവനിലൂടെയുണ്ടായ രക്ഷയെ അറിയുവാനും അതേ പ്രതി അവനെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. അവൻ്റെ സാന്നിധ്യം കൂട്ടായ്മയെ ബലപ്പെടുത്തുന്നതും
ആകുലതകളെ നീക്കി പ്രത്യാശ നൽകുന്നതുമാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ദുഃഖിക്കുകയുമരുത്. അതത്രേ കർത്താവിൻ്റെ ഉപദേശം. കർത്തൃസന്നിധിയിൽ അവൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് വളരാൻ തക്കവണ്ണം നമ്മെ തന്നെ സമർപ്പിക്കാം. കൂടി വരുന്ന നമ്മേവരെയും നമ്മുടെ കൂട്ടായ്മയെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും നമ്മുടെ സന്തോഷത്തെയും ആകുലതകളെയും ഒരുപോലെ അവൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക എന്നത്രേ. നമ്മുടെ ആഗ്രഹങ്ങളെയും പ്രത്യാശകളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അതിൽ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിത സാഹചര്യം, ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിച്ച് ലഭ്യമാകേണ്ട ഭാവിയുടെ ഉറപ്പുകൾ എല്ലാം ഉൾക്കൊള്ളുന്നതാകുന്നു. കർത്താവേ, അവിടുത്തെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. എമ്മൗസിലെത്തിയ ശിഷ്യന്മാർക്ക് തിരിച്ചറിവിൻ്റെ ബോധം നൽകുന്നത് അപ്പത്തിൻ്റെ പങ്കാളിത്തത്തിലത്രേ. സകല തിരിച്ചറിവുകളും പൂർണ്ണമായി തീരുന്നത് നമ്മുടെ കർത്താവിൻ്റെ ശരീരരക്തങ്ങളുടെ പങ്കാളിത്തത്തിലത്രേ. അതുകൊണ്ട് തന്നെ ഞായറാഴ്ചയുടെ ആരാധനയിലേക്കും ആരാധനയിൽ പങ്കിടുന്ന ക്രിസ്തു ശരീരത്തിൻ്റെ അനുഭവത്തിലേക്കും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരുന്നു കൊണ്ട് ഈ ദിവസത്തെ ധ്യാനത്തെ നമുക്ക് ആരംഭിക്കാം. ഒരു ശുശ്രൂഷയും അതിൽ തന്നെ പൂർണ്ണമാകുന്നില്ല. മറിച്ച് എല്ലാ ശുശ്രൂഷയും അവൻ്റെ ശരീരരക്തങ്ങളുടെ പങ്കാളിത്തത്തിൽ മാത്രം പൂർണ്ണമാക്കുന്നതാണ്. അതുകൊണ്ട് ഈ കൂട്ടായ്മയും അതിലേക്ക് ഊന്നിക്കൊണ്ട് ഇന്ന് അനുഭവമാക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, അതിനാവശ്യമായ ബോധവും സമർപ്പണവും വിവേകവും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, കൂട്ടായ്മയുടെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അതിൽ സന്തോഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സങ്കീർത്തനക്കാരൻ പാടി പറഞ്ഞു, ഞാൻ സന്തോഷിക്കും, എന്നാൽ അവിടെ ഇസ്രായേലിൻ്റെ ഗോത്രങ്ങൾ സമ്മേളിക്കുന്ന സ്ഥലമാകുന്നു. അതുകൊണ്ട് യഹോവയുടെ ആലയത്തിലേക്ക് പോക എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അത്യധികം സന്തോഷിച്ചു. ദൈവസന്നിധിയിലേക്ക്, അതിൻ്റെ പൂർണ്ണ അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ ഈ ദിവസം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം.
നമ്മൾ വായിച്ചത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായമാണ്. ഞാനിത് വായിക്കാൻ നിർദ്ദേശിച്ചതിന് ഒരു കാരണമുണ്ട്. പ്രധാനമായിട്ടും യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന് പറയുന്നത്, കേൾക്കാവോ? പുറയിൽ കേൾക്കാവോ? ഇല്ലെങ്കിൽ ഒരു മാർഗമുണ്ട്, കുറച്ചുകൂടെ മുമ്പോട്ട് വന്നാൽ മതി. മണ്ണുത്തിയിൽ കുറേ തെങ്ങുണ്ട്. ഒരു ദിവസം ഞാൻ താമസിക്കുന്ന അരമനയുടെ കോമ്പൗണ്ടിലുള്ള മതിലിൻ്റെ പുറത്ത് അവിടെ ആഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ചുമതലയുള്ള പയ്യൻ ഒരു 5 മുളച്ച തേങ്ങ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ ആഫീസിലെ പണിയൊക്കെ കഴിഞ്ഞൊരു സാധാരണ 5 മണിയാകുമ്പോൾ പുറത്ത് വരും. അപ്പോൾ ഇതിങ്ങനെ വെച്ചേക്കണം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ ആ പയ്യനെ വിളിച്ചു. എന്നോട് പറഞ്ഞു, എടാ, ഇത് മുളയ്ക്കാതിരിക്കാൻ ഒരു മാർഗമുണ്ട്. അവൻ അന്തം വിട്ടു. കുടിയേറ്റക്കാരൻ്റെ മകനാണ്, കർഷകൻ്റെ മകനാണ്. തേങ്ങ മുളയ്ക്കാതിരിക്കാൻ എന്താ മാർഗം എന്നുള്ള അവൻ അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തെങ്ങിൻ്റെ ചോട്ടിൽ പോയി നോക്കിയാൽ മതി. അപ്പം തേങ്ങ വീണ് കിടപ്പുണ്ടെങ്കിൽ കാണുമല്ലോ. അതെടുത്തോണ്ട് വന്ന് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ മുളയ്ക്കില്ലല്ലോ. അപ്പം ഇതേ ഒരു മാർഗമുള്ളൂ. പുറകിലിരിക്കുന്നവർക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു മാർഗമുള്ളൂ, മുമ്പിലോട്ട് വരിക എന്നുള്ളത്. ഒന്നാമത്, ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സുവിശേഷം ഈ 4-ാമത്തെ സുവിശേഷമാണ്. വിവാഹ ശുശ്രൂഷ നടക്കുമ്പോൾ അതിൻ്റെ പ്രൗഢിയും ആളുകളുടെ വസ്ത്രവും ആഭരണവും എല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് നേരം ഉണ്ടായെങ്കിൽ പാടുന്ന പാട്ട് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. വീടിൻ ഭരണം ശീമോനെ, സുവിശേഷം യോഹന്നാന്. ഒരു സഭയുടെ കാഴ്ചപ്പാടിൻ്റെ പ്രത്യേകതയാണ്. യോഹന്നാൻ യേശുക്രിസ്തുവിനെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും കാണുന്നത് വളരെ വ്യത്യസ്തമായ ശൈലിയിലാണ്. മറ്റ് 3 സുവിശേഷങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യം യേശുതമ്പുരാൻ ചെയ്തിട്ടുള്ള അത്ഭുത പ്രവർത്തികളാണ്. തീർച്ചയായും അവൻ്റെ ഉപദേശങ്ങൾ അതിനകത്തുണ്ട്. പ്രത്യേകിച്ച് മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം, ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലെ 6-ാം അധ്യായം സമാന്തരങ്ങളാണ്. അധികവും അത്ഭുതങ്ങളോട് ചേർന്ന ഉപദേശങ്ങളും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ്. പക്ഷേ യോഹന്നാന്റെ കാഴ്ചപ്പാടിൽ ഇവയ്ക്കെല്ലാം പരിമിതികളുണ്ട്. അത്ഭുതത്തിൻ്റെ പരിമിതി അത് ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടവരെയോ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. അതിന് വിശാലമായ ഒരു സ്വാധീനം കുറയും. അതുകൊണ്ട് രോഗം ഭേദമാകുന്ന ആ വ്യക്തി അനേകർ രോഗം ഭേദമാകാൻ അവൻ്റെ അടുത്തേക്ക് വരുന്നതിന് സഹായിക്കും എന്നുള്ളതല്ലാതെ ആ ഭേദമാകുന്നവൻ ഒരിക്കലും മറ്റുള്ളവർക്ക് വലിയ പ്രയോജനമാകണം എന്നില്ല. ചുരുക്കം ചില ആളുകൾക്കാകാം. എന്നാൽ യോഹന്നാൻ ആ രീതിയിലല്ല സംഭവങ്ങളെ കാണുന്നത്.
അവനതിനെ, അത്തരം സംഭവങ്ങളെ അടയാളം എന്ന് വിളിക്കും. നമുക്കറിയാം, അടയാളങ്ങൾ അതിൽ തന്നെ പൂർണ്ണമല്ല. മറ്റ് വലുതായിട്ടുള്ള ഒന്നിലേക്ക് സൂചന നൽകുന്നത് മാത്രമാണ്. അതാണ് കാനാവിലെ വിവാഹ ഭവനത്തിൽ നടന്ന സംഭവത്തെ അടയാളം എന്ന് പറയാൻ യോഹന്നാൻ ശ്രമിക്കുന്നത്. അടയാളങ്ങൾ സംഭവിക്കുന്ന ആ തലത്തിൽ തീരുന്നില്ല. അതിന് ദൂരവ്യാപകമായ സ്വാധീനവും പ്രതിഫലനവും തീർച്ചയായിട്ടും ഉണ്ടാവും. അത് യോഹന്നാൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെയാണ് യോഹന്നാനൻ യേശുതമ്പുരാനെ പ്രധാനമായിട്ടും ഒരു ഗുരു, ഉപദേശകൻ എന്ന വിധത്തിലാണ് അവതരിപ്പിക്കുന്നത്. ലോകത്തിൻ്റെ പ്രധാന പ്രശ്നം കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണപ്പെശകാണ്. എന്തിനാണ് പഴം? അതായിരുന്നു ആദിമ മനുഷ്യൻ്റെ ധാരണപ്പെശക്. പഴം ഭക്ഷണത്തിന് മാത്രമാണ്. അത് ശരീരത്തിൻ്റെ പോഷണത്തിനെ ഉപകരിക്കും. പഴം തിന്ന ആരും ദൈവത്തെ പോലെ ആവില്ല. ഈ ഒരു ധാരണപ്പെശക് നൽകിക്കൊണ്ടാണ് മനുഷ്യൻ്റെ മേൽ മറ്റുള്ളവർ സ്വാധീനം നേടുന്നത്. അപ്പോൾ മനുഷ്യന് പ്രാഥമികമായി ഉണ്ടാകേണ്ടത് ബോധമാണ്, കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തത, തെറ്റിദ്ധാരണകളില്ലാത്ത ഒരു ലോകം. അത് പല വിഷയങ്ങളിലാകാം. ഒന്ന്, ദൈവത്തെക്കുറിച്ചുള്ള ധാരണയിൽ പിശകുണ്ടായിക്കൂടാ. രണ്ട്, അവനവൻ്റെ ജീവിതത്തെക്കുറിച്ച് ധാരണപ്പിശകുണ്ടായിക്കൂടാ. മൂന്ന്, അവനവനും മറ്റുള്ളവരുമായുള്ള ബന്ധത്തെക്കുറിച്ച് ധാരണപ്പിശകുണ്ടായിക്കൂടാ. ഇത് മൂന്നും വാസ്തവത്തിൽ ആദിമ മനുഷ്യൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഉൽപ്പത്തി ഗ്രന്ഥം സാക്ഷിക്കുന്നത്. അത് മനുഷ്യൻ്റെ ഒരു പൊതു അവസ്ഥയായി തീരുകയും ആ അവസ്ഥ മനുഷ്യന് വിമോചനത്തിൻ്റെ അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവം ഇല്ലാതാക്കുകയും ചെയ്തു. എൻ്റെ ജനം പരിജ്ഞാനമില്ലാതെ പ്രവാസത്തിലേക്ക് പോകുന്നു എന്നാണ് പ്രവാചകൻ ദൈവത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. ഇത് തന്നെയാണ് എക്കാലത്തെയും പ്രശ്നം. എന്തിനാണ് എന്ത് എന്നറിഞ്ഞുകൂടാതെ വന്നാൽ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മൾ പറയുന്നത് ദുരുപയോഗം എന്നാണ്. ദുരുപയോഗം ഒന്ന്, നമ്മുടെ വിവരത്തെ ഇല്ലാതെയാക്കുന്നു. രണ്ട്, ആ ഉപയോഗിക്കുന്ന വസ്തുവിനെ തെറ്റായി നാം മനസ്സിലാക്കുന്നു. മൂന്ന്, തെറ്റായ ഒരു പാരമ്പര്യം സൃഷ്ടിക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് സ്വർണം എന്നുള്ളത്. എന്താണ് ഈ വസ്തു? എന്തിനാണ് ഈ വസ്തു? എങ്ങനെയാണത് ഉപയോഗിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ ഇടയിൽ വളരെ ഗൗരവമായ ധാരണപ്പെശകുണ്ട്.
കുറേ മാസങ്ങൾക്ക് മുമ്പ് മണ്ണുത്തിയിൽ വെച്ച് ഒരു കല്യാണം കഴിഞ്ഞ് ഒപ്പിടാനായി പെങ്കൊച്ച് വന്നപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, മോളെ കഴുത്ത് വേദന എടുക്കണുണ്ടോ? ഒരു 10 കിലോ ആ കൊച്ചിൻ്റെ കഴുത്തേക്ക് തൂക്കിയിട്ടുണ്ട്. ഈ സാധനം കഴുത്തേലിട്ടുകൊണ്ട് ആ പള്ളിക്ക് പുറത്തിറങ്ങാൻ പോലും ആ കൊച്ചിന് ധൈര്യം ഉണ്ടാവില്ല. അത് വീട്ടിൽ വെച്ചിരിക്കാൻ തീരെ ധൈര്യം ഉണ്ടാവില്ല. ബാങ്കിൽ കൊണ്ടുവന്ന് വെച്ചാൽ അതിൻ്റെ ഭിത്തിയുടെ വണ്ണം നോക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്തിനാണ് ഇത് എന്ന ചോദ്യം. ഭക്ഷണം പോഷണത്തിനുള്ളതാണ്, ജീവിക്കാനുള്ള ബലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഒരു സാധാരണ കടയിൽ ചെന്ന്, ഇവിടെയൊക്കെ ധാരാളം മലയാളി കടകളുള്ള സ്ഥലമാണ്, $2 കിട്ടുന്ന പൊറോട്ട 5 സ്റ്റാറിൽ ചെന്നാൽ $20 ആവും. ഒരേ സാധനം തന്നെയാണ്, ഒരേ രുചി തന്നെയാണ്. ചിലപ്പോൾ ഇവനായിരിക്കും അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിനെ ഒരു ആഡംബര വസ്തുവായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുപോലെ മേശയിൽ വരുന്ന ഭക്ഷണത്തിൻ്റെ അലങ്കാരത്തിലാണ് പലപ്പോഴും അതിൻ്റെ വില നിർണ്ണയിക്കപ്പെടുന്നത്. കാണാൻ നല്ലത് രുചികരമായിരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അങ്ങനെ ആയിരിക്കും എന്ന ഒരു ധാരണ പെശകിലാണ് ആദ്യത്തെ പ്രതിസന്ധി ഉണ്ടാകുന്നത്. അതുകൊണ്ട് യോഹന്നാൻ തീരുമാനിച്ചു, കർത്താവ് പറഞ്ഞിട്ടുള്ള ബോധവൽക്കരണപരമായ വിവേകമുദിപ്പിക്കുന്ന കാര്യങ്ങൾ വരും തലമുറകൾക്ക് കുറെ കൂടെ ആവശ്യമാണ്. ഒരു ഗുരുവിൻ്റെ സാന്നിധ്യമാണ് ഇല്ലാതെയായിരിക്കുന്നത്. അത് യേശുതമ്പുരാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കുരുടനെ വഴി നടത്തും. യഹൂദാ പ്രമാണിമാർ തലപ്പത്തിരുന്ന് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഒന്നുകിൽ ദൈവവുമായി ഒരു ബന്ധമില്ലാത്തത്, അല്ലെങ്കിൽ ഈ പ്രമാണിമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത്, അല്ലെങ്കിൽ വിവരദോഷത്തിൽ നിന്ന് ഉണ്ടായത്. അതുകൊണ്ടാണ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിലും നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നു എന്ന് തിരുത്തേണ്ട ആവശ്യം വന്നത്. നിങ്ങൾ കേട്ട വിവരപരമായ കാര്യങ്ങൾ ശരിയല്ല. അങ്ങനെ പറയണമെങ്കിൽ ഒരു സത്യഗുരു ആവശ്യം. നിങ്ങൾക്കറിയാം, ഒരു കാലത്ത് സഭ നിഷ്കർഷിച്ചിരുന്നു ഭൂമി പരന്നതാണ്, ഉരുണ്ടതാണ് എന്ന് പറഞ്ഞവനെ ഉപദ്രവിച്ച് കൊല്ലാൻ ശ്രമിച്ച കൂട്ടരാണ്. കാരണം കാഴ്ചയിൽ ഇതെല്ലാം പരന്നാണ്. പക്ഷെ കാഴ്ചയുടെ പരിധിയിലല്ല പലപ്പോഴും വിവരത്തിൻ്റെ ഉള്ളടക്കം. നാട്ടിലൊക്കെ ഒരു ആഡംബരമേ ഉള്ളൂ, കല്യാണത്തിന് ഭാര്യയും ഭർത്താവും ക്ഷണിക്കപ്പെട്ടാൽ അവർ വരുന്നത് മുന്തിയ ഇനം വാഹനത്തിലാണ്. ഏറ്റവും ഡിമാൻഡുള്ള ഒരു സാധനം മാരുതിയുടെ സ്വിഫ്റ്റാണ്. നല്ല ചുമന്നതാണ് എങ്കിൽ ആളുകൾ ഒന്നുകൂടെ ശ്രദ്ധിക്കും. ഇപ്പോൾ ഒരു വശത്ത് നിന്ന് നല്ല 3 ഇഞ്ച് വീതി സ്വർണ്ണ കസവ് കരയുള്ള മുണ്ടും
വട്ടക്കഴുത്തുള്ള ഒരു ക്രീം ജുബ്ബായും അതിൻ്റെ മുകളിൽ കഴുത്തിൽ 8 പവന്റെ ചങ്ങലയും കയ്യിൽ വേറൊരു ചങ്ങലയും പിന്നെ മറ്റേ കയ്യിൽ ഒരു സാംസങ്ങിൻ്റെ ടാബ്ലറ്റിന് തുല്യമായ, നാട്ടിൽ മൊബൈൽ ഫോണെന്നും നിങ്ങൾ സെൽഫോണെന്നും പറയുന്ന സാധനവും, മറ്റേ കയ്യിൽ ഈ കാറിൻ്റെ കീ എന്ന് കാണിച്ച് 4 ലൈറ്റും കത്തി ഇത് ഓണും ഓഫും ആകുന്ന ഒരു സാധനവും ആയിട്ട് നല്ല ഡംഭോടെ ഈ മനുഷ്യൻ ഇറങ്ങി വരും. മറുവശത്ത് നിന്ന് ജയലക്ഷ്മി ശരീരത്തിൽ ചുറ്റി, ആലുക്കാസ് കഴുത്തിൽ തൂക്കി, മുഖത്ത് ഏഷ്യൻ പെയിന്റ് അടിച്ച്, തലയെല്ലാം ചെമ്മീൻ്റെ നാര് പോലെ ആക്കിയ ഒരു സ്ത്രീ രൂപവും ഇറങ്ങി വരും. കണ്ടാൽ ആളുകൾക്ക് തോന്നും ദൈവരാജ്യം മിനിയാന്ന് ഇവരുടെ വീട്ടിൽ വന്നു. മിണ്ടിയിട്ട് 3 മാസമായി ഇവർ. കേരളത്തിലെ വിവാഹമോചന കേസുകൾ കെട്ടിക്കിടക്കുന്നത് 18,500. അത് ധൈര്യമുള്ളവരുടെ കഥയാണ്. ധൈര്യമില്ലാത്തവർ ലോഡ്ജിൽ താമസിക്കുന്നത് പോലെ അന്യോന്യം മിണ്ടാതെ ഒരു വീട്ടിൽ തന്നെ താമസിക്കും. ധാരണ പിശക് എത്രത്തോളം ഗൗരവമായി സ്വാധീനമായി എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. എങ്ങനെ കേട്ടിട്ടുണ്ട്? നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചാലേ ശരിയാവൂ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കർത്താവ് തിരുത്തി പറയുക. ഇതാണ് യോഹന്നാനെ വ്യത്യസ്തനാക്കുന്ന ഒരു പ്രധാന വിഷയം. രണ്ടാമത്, യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം ആ ബന്ധത്തിലേക്ക് മനുഷ്യർ ചേർക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യവും പ്രധാനപ്പെട്ടതാണ്. മനുഷ്യബന്ധങ്ങളെ നിർണയിക്കുന്നത് പിതൃപുത്ര ബന്ധത്തിൻ്റെ ശൈലിയിലായിരിക്കണം. ഞാനും എൻ്റെ പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളിൽ ഒന്നാവണം. ഇതാണ് വിവേകത്തിൻ്റെ അല്ലെങ്കിൽ നന്മതിന്മകൾ അല്ലെങ്കിൽ ഗുണദോഷങ്ങൾ തിരിച്ചറിയുന്നതിൻ്റെ അടിത്തറ. അങ്ങനെയാണ് മനുഷ്യർ ദൈവത്തെ പോലെയായിത്തീരുന്നത്. അത് തിരിച്ചറിഞ്ഞ ഒരു വിഭാഗമാണ് നമ്മുടെ മുൻകാല സഭാപിതാക്കന്മാർ. അവർ പറയുന്നത് ദൈവം മനുഷ്യനായി മനുഷ്യരെ ദൈവത്തെ പോലെ ആക്കാനെന്നാണ്. ദൈവമാകാനല്ല, ദൈവത്തെ പോലെ. അത് സൃഷ്ടിയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് തൻ്റെ സ്വഭാവത്തിലും സാദൃശ്യത്തിലും മനുഷ്യരെ സൃഷ്ടിച്ചു എന്ന് പറയും. അത് ഭൗതികമായ, ബാഹ്യമായ, ശരീരപരമായ ഒരു കാര്യമല്ല, മറിച്ച് ധാരണയിലും ബന്ധങ്ങളെക്കുറിച്ചുള്ള ധാരണയിലും ഉള്ള ഒരു വിഷയമാണ് ദൈവത്തെ പോലെ ആയിത്തീരുക. അപ്പോൾ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ തീർച്ചയായും ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ വിവേകം, വിവരം ആവശ്യമാണ്.
അതില്ലാതിരുന്ന ഒരു ലോകത്താണ് യേശുതമ്പുരാൻ ജനിക്കുകയും മനുഷ്യരെ ആ വിവരമാർഗത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ബന്ധങ്ങളെക്കുറിച്ചുള്ള വിവരം അത് ഒരു രോഗശാന്തിയിലൂടെ മാത്രം കിട്ടുന്നതല്ല. അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. അത് യോഹന്നാൻ സുവിശേഷകനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം കാര്യങ്ങളെ സമീപിക്കുന്നത് വ്യത്യസ്തമായ ശൈലിയിലാണ്. ഒരു സൈദ്ധാന്തിക തലമുണ്ട് യോഹന്നാന്. വ്യക്തമായ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് യോഹന്നാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ആ അടിത്തറയെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു ക്രൈസ്തവ ജീവിതം രൂപീകരിച്ചു എടുക്കുക എന്നുള്ളത് ജീവിത വിജയത്തിൻ്റെ അടിത്തറയാണ് എന്ന് യോഹന്നാൻ വിശ്വസിച്ചിരുന്നു. ഇങ്ങനെ കുറേ കാരണങ്ങളാൽ സഭയെ സംബന്ധിച്ച് യോഹന്നാൻ എഴുതിയ സുവിശേഷം 4 സുവിശേഷങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ്. ഈ നോമ്പിൻ്റെയും കഷ്ടാനുഭവ ആഴ്ച ആചരണത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണ്. അതില്ലാതെ വന്നാൽ ഒരല്പം അപകടമുണ്ടാവും. ഒന്നാമത്തെ അപകടം, ഈ വ്യക്തിപരമായ ലക്ഷ്യം മാത്രം ഈ ആത്മീയതയിൽ നിഴലിടുകയും അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റാതെ വരികയും ചെയ്യും. അത് നമ്മുടെ പൊതുവായ ആത്മീയതയുടെ, പ്രത്യേകിച്ച് പാശ്ചാത്യ സംസ്കാരം പ്രചരിപ്പിച്ച ഒരു ആത്മീയതയുടെ വിഷയമാണ്. ഞാൻ ന്യൂയോർക്കിൽ വന്നിട്ട് 3 ദിവസം കഴിഞ്ഞു. എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. ഇവിടെ റിട്ടയർ ചെയ്ത ഒരു അപ്പച്ചനുണ്ട്. അദ്ദേഹമാണ് എന്നെ ഇങ്ങനെ ഈ രാത്രി പകൽ വ്യത്യാസം വന്നതുകൊണ്ട് പകല് ഇവിടെ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കറങ്ങായിരുന്നു വണ്ടിയിൽ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രായമായ മനുഷ്യൻ എൻ്റെ കർത്താവേ എന്ന് പറയും. അത് ദോഷമുള്ളൊരു കാര്യമല്ല. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഓർത്തഡോക്സുകാരൻ എൻ്റെ കർത്താവേ എന്ന് പറയരുത്, ഞങ്ങളുടെ കർത്താവേ എന്നേ പറയാവുള്ളൂ. സ്വർഗസ്ഥനായ എന്താ പറഞ്ഞ കർത്താവ്? എൻ്റെ നല്ല പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ എന്നാണ്. കുറെ പ്രയാസപ്പെടേണ്ടി വന്നു അദ്ദേഹത്തെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം നമ്മുടെ ധാരണയിൽ കടന്നു കൂടിയിരിക്കുന്ന ഒരു സ്വാധീനമാണ് എൻ്റെ എന്ന് പറയുക എന്നത്. സത്യത്തിൽ ഒരു കാര്യത്തെയും എൻ്റെ എന്ന് പറയാനൊക്കില്ല. എല്ലാം പൊതുവ് എന്ന് എണ്ണി എന്നാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ നോമ്പ് കാലത്തായാലും ഏത് കാലത്തായാലും നമ്മുടെ ആത്മീയതയ്ക്കുണ്ടാകാവുന്നത് ഒരു വൈകാരികമായ വർധനവാണ്. ഇതാണ് നമ്മുടെ എല്ലാ വീടുകളിലുള്ള ടെലിവിഷനുകളിൽ വൈകുന്നേരം വരുന്ന വിവരദോഷങ്ങളെ നോക്കിയിരുന്ന് നിലവിളിക്കുന്ന അല്ലെങ്കിൽ ചിരിക്കുന്ന നമ്മിൽ പ്രകടമാകുന്നത്. ഞാൻ ഇപ്പോഴും പലയിടത്തും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഈ സീരിയൽ കണ്ട് നിലവിളിക്കുന്നവരുടെ മണ്ടത്തരം വെറും മണ്ടത്തരത്തിൽ മാത്രം ഒതുങ്ങില്ല,
സാമ്പത്തിക നഷ്ടത്തിലും കൂടെ വരുന്നതാണ്. കാരണം ഈ നിലവിളിക്കുന്നതായി നമ്മൾ കാണുന്ന ഈ പെൺപിള്ളേർ നിലവിളിക്കുന്നത് കാശ് കിട്ടിയത് കൊണ്ടാണ്. നിലവിളിക്കുന്ന നമ്മൾ ഇത് കണ്ടിട്ട് നിലവിളിക്കുന്നത് കാശ് കൊടുത്തിട്ടാണ്. അത് കാശ് കൊടുത്തു പോയല്ലോ എന്നുള്ളത് കൊണ്ടല്ല നിലവിളിക്കുന്നത്. ഇവർ നിലവിളിക്കുന്നത് കണ്ടിട്ടാണ് നിലവിളിക്കുന്നത്. വെറുതെ നിലവിളിച്ച ലാസറിന്റെ വീട്ടിലെ ആളുകളെ പോലെ. കർത്താവ് വരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നിലവിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. വൈകാരികമായ അതിപ്രസരം ഈ കഷ്ടാനുഭവ ആഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കർത്താവിനെ ക്രൂശിച്ചു എന്ന് പറയുമ്പോഴേക്കും ആളുകൾ അങ്ങ് വികാര വിക്ഷോഭത്തോടെയായി നമ്മുടെ തന്നെ ചില പിതാക്കന്മാരുടെ ആരാധന പ്രാർത്ഥനകളിൽ കാണുന്നത് പോലെ ആ ക്രൂശിച്ചവനെ തല്ലിക്കൊല്ലണം എന്ന ഭാവമുണ്ടാവാം. അതാണ് യഹൂദന്മാരെ കുറ്റം പറയുന്ന ഭാഗമല്ല അതിനകത്തുള്ളത്. ആധുനിക വേദ പഠിതാക്കൾ പറയുന്നത് യഹൂദന്മാരെ അത്രയും കുറ്റം പറയേണ്ട കാര്യമില്ല. യഹൂദന്മാർ പറഞ്ഞത് കേട്ട് അന്വേഷിച്ച് ബോധ്യപ്പെട്ട കാര്യമാണ് എങ്കിലും ബോധ്യപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാതെ അവനവൻ്റെ കസേരയുടെ ബലം ഉറപ്പാക്കാൻ വേണ്ടി ക്രൂശിക്കാൻ വിട്ടുകൊടുത്ത റോമാ നേതൃത്വത്തെയാണ് കൂടുതൽ കുറ്റം പറയേണ്ടത് എന്ന്. പക്ഷെ അക്കാലത്ത് റോമാ നേതൃത്വത്തെ കുറ്റം പറഞ്ഞാൽ കഥയറിയും. അവർ പിടിച്ചുകൊണ്ട് പോയി ജയിലിലിടുകയും അവിടെ ജീവിതം അവസാനിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ആളുകൾ അവരെ കുറ്റം പറയാതെ അന്ന് ബലഹീനമായിക്കൊണ്ടിരുന്ന യഹൂദ നേതൃത്വത്തെ കുറ്റം പറഞ്ഞു. അവർ ചെയ്ത കാര്യം ശരിയാണ് എന്ന് അല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതെപ്പോഴും വേറെ ആരെയെങ്കിലും കുറ്റം പറയാനുള്ള മനുഷ്യൻ്റെ ഒരു പ്രവണതയുടെ പ്രകടനം മാത്രമാണ്. അപ്പോൾ വികാരപരമായ ഉന്മാദാവസ്ഥ ഉണ്ടാകാവുന്ന ഒരു കാലമാണ് ഈ ക്രൂശീകരണത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയൊക്കെ കാലം. ഒരിക്കലും വികാരപരമായ ഒരു സമീപനം ഒരു വിഷയത്തോടും നീതി പുലർത്താൻ പറ്റുന്ന സമീപനമല്ല. പത്രോസ് വികാരപരമായിട്ടാണ് ആ വേലക്കാരി സ്ത്രീയുടെ അടുത്ത് പെരുമാറിയത്. നീയും അവൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ വികാരം കൊണ്ടിട്ട് ഇല്ല, ഞാൻ അവനെ അറിയില്ല. പീലാത്തോസിൻ്റെ വിധി കേട്ടിട്ട് യൂദ ഇടപെട്ടതും വികാരപരമായിട്ടാണ്. തുടക്കം മുതലേ യഹൂദ പ്രമാണിമാരെ പോയി കണ്ട കാലം മുതലേ ക്രൂശിക്കാൻ വിധിക്കപ്പെട്ടു എന്ന് അറിഞ്ഞ സമയത്തും അവിടെയാണ് പത്രോസും യൂദായും തമ്മിലുള്ള ഒരു വ്യത്യാസം. പത്രോസ് വിവേകത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ യൂദ വിവേകത്തിലേക്കല്ല, വികാരത്തിൻ്റെ അതിപ്രസരത്തിലേക്കാണ് പോയത്. അങ്ങനെയാണ് മലയാളികൾ പലരും ചെയ്യുന്നത്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായാൽ ഒന്നുകിൽ തൂക്കിച്ചാവും, അല്ലെങ്കിൽ കള്ളു കുടിക്കും, അല്ലെങ്കിൽ പെന്തക്കോസ്തി പോവും. മൂന്നും ഒന്ന് തന്നെയാണ്. വികാരപരമായ ഒരു പ്രകടനമാണ്. അതല്ല ക്രൈസ്തവ ജീവിതത്തിൻ്റെ ശൈലി. വിവരത്തോടെ വിവേകപൂർവം നേരിടുക എന്നുള്ളത്. ആ ഒരു വ്യത്യാസം പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്ന യേശുതമ്പുരാന്റെ പ്രതികരണത്തിൽ പ്രകടമാകുന്നുണ്ട്. നീ രാജാവോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് എൻ്റെ ലോകം ഐഹികമല്ല,
ഐഹികമായിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി ഇടപെടാൻ അനേക വൃന്ദങ്ങൾ ഉണ്ടാകുമായിരുന്നു. അതാണ് പത്രോസ് ചെയ്തത്. കർത്താവിനെ പിടിക്കാൻ വന്നപ്പോൾ വികാരം വർദ്ധിച്ചിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ പടയാളികൾ ഒരുത്തൻ്റെ ചെകിട് വാളുകൊണ്ടറുത്തു. അത് പെട്ടെന്നുള്ള ഇമോഷൻ കൊണ്ട് സംഭവിക്കുന്നതാണ്. അപകടകരമാണ്. കർത്താവിൻ്റെ പദ്ധതി അവൻ മനസ്സിലാക്കിയില്ല. തൻ്റെ പ്രവർത്തന ശൈലി അവൻ മനസ്സിലാക്കിയില്ല. താൻ ചെയ്യുന്നതിൻ്റെ ദൂരവ്യാപകമായ ഫലം അവൻ മനസ്സിലാക്കിയില്ല. തൃശ്ശൂർ അടുത്ത് ഒരു പറമ്പിൽ ചുറ്റുമതിലില്ലാത്ത കിണറിൻ്റെ അടുത്ത് ഒരാട്ടിൻകുട്ടിയും ആ കുട്ടിയെ കളിപ്പിച്ചുകൊണ്ട് ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. ആട് ഓടിച്ചാടി നടന്ന് ഈ ചുറ്റുമതിലില്ലാത്ത കിണറിൽ ചാടി. ആടിൻ്റെ പുറകെ ഈ കൊച്ചും ചാടി. നിലവിളി കേട്ട് ഓടി വന്ന അമ്മ വെറുങ്ങലിച്ചു പോയി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കുഞ്ഞ് മരിച്ചുപോയി. ആടിനെ ആളുകളെല്ലാം കൂടെ പിടിച്ചു കയറ്റി. വികാരം ബോധത്തെ മറച്ചുപോയാൽ വിവേകത്തോടെ പ്രവർത്തിക്കാൻ പറ്റാതെയാവും. അത് മനുഷ്യന് പറ്റിയൊരു അവസ്ഥയല്ല. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷ ഭാഗങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ വായിക്കേണ്ട ഒരു കാലമാണ് ഇത് എന്ന് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഇവിടെ 14 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളെ വേദ പഠിതാക്കൾ ഫെയർവെൽ ഡിസ്കോഴ്സ് എന്നാണ് പറയുക. യേശുതമ്പുരാൻ തൻ്റെ അവസാന ദിനങ്ങളെ സമീപിക്കുമ്പോൾ ഓരോ വിഷയത്തെക്കുറിച്ച് ആത്യന്തികമായി ദൈവത്തെക്കുറിച്ച്, ദൈവമനുഷ്യനെക്കുറിച്ച്, ദൈവമനുഷ്യ ബന്ധത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഭാഗമാണ്. എന്നിട്ട് ഇതിനെല്ലാം കൂടെ സമ്മേളിപ്പിച്ച് 17-ാം അധ്യായത്തിൽ വേദ പഠിതാക്കൾ പറയുന്ന വിധത്തിലുള്ള മഹാപൗരോഹിത്യ പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. അപ്പം ഈ 14, 15, 16 അധ്യായങ്ങൾ മനുഷ്യന് വിവരമുണ്ടാകേണ്ടതിന് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം മൊത്തത്തിൽ തന്നെ നമ്മുടെ നിരന്തരമായ വായനയ്ക്കും പഠനത്തിനും ധ്യാനത്തിനും വിധേയമാകേണ്ടതാണ്. ഒത്തിരി ക്ലേശപൂർണമാണ് എങ്കിൽ പോലും, കാരണം ഒറ്റയടിക്ക് അതിൻ്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം കൂടാതെ ഒന്നും ഉണ്ടായില്ല, ഉണ്ടായതെല്ലാം അവൻ മുഖാന്തരമുണ്ടായി എന്നൊക്കെ പറയുമ്പോൾ ആദ്യമൊക്കെ തല ചെകിടിക്കും ചിലപ്പോൾ. അതുകൊണ്ടാണ് വിശുദ്ധ തൃത്വത്തെ നമ്മുടെ പിതാക്കന്മാർ ആ ഒരു പദ്ധതിയെ അനുവർത്തിച്ചുകൊണ്ട് വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ പിതാക്കന്മാർ പറയും, പിതാവ് എന്ന് പറഞ്ഞാൽ ചിന്തയാണ്,
പുത്രൻ എന്ന് പറഞ്ഞാൽ ആ ചിന്തയെ പ്രകാശിപ്പിക്കുന്ന വചനമാണ്. ചിന്തയും വചനവും തമ്മിൽ സാരാംശത്തിൽ, സ്വത്വത്തിൽ ഒരു വ്യത്യാസം ഉണ്ടായിക്കൂടും. അതാണ് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മനുഷ്യര് അങ്ങനെയല്ല. പലപ്പോഴും ചിന്തിക്കുന്ന കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ അപകടം ഉണ്ടാവും. അതുകൊണ്ട് ചിന്തിക്കുന്ന പോലെ പറയില്ല. അത് പ്രകടമാകുന്നത് കേരളത്തിൽ മരിച്ച വീട്ടിൽ രാഷ്ട്രീയക്കാർ വരുമ്പോഴാണ്. അവരുടെ നിപ്പ് കണ്ടാൽ ഏതാണ്ട് കോടി രൂപയുടെ നഷ്ടം വന്നതുപോലെ നീണ്ട ഒരു മുഖവും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ആരാണ് മരിച്ചതെന്നോ എങ്ങനെയാണ് മരിച്ചതെന്നോ അതുകൊണ്ട് എന്താണ് ഉണ്ടാവുക എന്നോ ചിന്തിച്ചിട്ടൊന്നും ആയിരിക്കില്ല ഇവരിങ്ങനെ നിൽക്കുന്നത്. പോകാൻ നേരത്ത് ചിന്തിച്ചുകൊണ്ട് പോകുന്നത് നന്നായി പോയി എന്നാണ്, ചത്തത് നന്നായി പോയി. ചിന്തയനുസരിച്ച് പലപ്പോഴും പറയാറില്ല. രണ്ടാമത്, ഈ വചനം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രാവർത്തികമാകുന്നതാണ് പരിശുദ്ധാത്മാവ്. അത് മനുഷ്യരുടെ അവസ്ഥയിൽ ഉണ്ടാവില്ല. നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ പറയാനും പറയുന്നത് പോലെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥം നടപ്പാകാനും സാധിച്ചു എന്ന് വരില്ല. നമുക്ക് ധാരാളം സ്വപ്നങ്ങളുണ്ടാവും. പക്ഷെ ആ സ്വപ്നങ്ങളെല്ലാം നടപ്പാവണമെന്ന് നിർബന്ധമില്ല. കാരണം നടപ്പാക്കാൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. നമ്മുടെ സാമ്പത്തിക പരാധീനത ഉണ്ടാവാം, നമ്മുടെ ശാരീരികമായ ബലഹീനതകൾ ഉണ്ടാവാം, സഹകരിക്കേണ്ടവർ സഹകരിച്ചില്ല എന്ന് വരാം. ഒരിക്കലും ഇത് മൂന്നും തമ്മിൽ മനുഷ്യൻ്റെ അവസ്ഥയിൽ പൂർണ്ണമായി ബന്ധം ഉണ്ടാകണം എന്നില്ല. അതാണ് ദൈവത്തെ വ്യത്യസ്തനാക്കുന്നത്. ദൈവം ചിന്തിക്കുന്നതൊന്ന് പറയുന്നത് വേറൊന്ന് എന്നില്ല. ദൈവം പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറൊന്ന് എന്നില്ല. ഇത് മൂന്നും ഒരേ സാരാംശമാണ്. ചിന്തിക്കുന്നത് മാത്രം പറയുകയും പറയുന്നത് പൂർണ്ണമായി നടപ്പാവുകയും ചെയ്യും. അതുകൊണ്ടാണ് സൃഷ്ടിയിലെ നന്മയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം പറയുന്നത്. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, ഉണ്ടായതെല്ലാം നല്ലതായിരുന്നു. ഇത് യോഹന്നാനെ മനസ്സിലാക്കിയ പിതാക്കന്മാർ തൃത്വത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ശ്രമിച്ച ഒരു കാര്യമാണ്. നമുക്കത് വളരെ പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ കുറച്ച് കൂലങ്കഷമായ ശ്രദ്ധയുള്ള വായനയും പഠനവും ആവശ്യമായിട്ട് വരും. അതിന് ഏറ്റവും പറ്റിയ സമയം എന്ന് പറയുന്നത് ഈ നോമ്പിൻ്റെ സമയവുമാണ്. മനസ്സിനെയും ചിന്തകളെയും അടക്കി ദൈവീക രക്ഷാപദ്ധതിയുടെ വിശദാംശങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ധ്യാനിക്കാനും നിർദ്ദേശിക്കപ്പെട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ അവിടെ വിശപ്പിനെക്കുറിച്ചുള്ള ഒരാകുലത ഉണ്ടാവില്ല. ശാരീരികമായ താല്പര്യങ്ങളെക്കുറിച്ചുള്ള ഒരാകുലത ഉണ്ടാവില്ല. ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക ഉണ്ടാവില്ല. ഇതെല്ലാം മാറ്റിവെക്കുന്ന നിർദ്ദിഷ്ടമായ ഒരു സമയമാണിത്. അതുകൊണ്ടും കൂടെയാണ് ഞാൻ ഈ വേദഭാഗം പ്രത്യേകമായി ഈ ദിവസങ്ങളിൽ 2-3 ദിവസം നമ്മൾ ഒന്നിച്ചുള്ളപ്പോൾ എടുക്കാം എന്നാണ് വിചാരിച്ചത്.
ഇതിൻ്റെ ആരംഭം നിർണായകമാണ്. നിങ്ങളുടെ ഹൃദയം വികാരവിക്ഷോഭത്താൽ കലങ്ങരുത്. തീർച്ചയായിട്ടും ഉണ്ടാവും. കർത്താവിനെ 3 കൊല്ലം കൂടെ നടന്ന് അതിൻ്റെ സന്തോഷവും ആനന്ദവും അനുഭവിച്ച ആളുകൾക്ക് അവനെ പെട്ടെന്ന് കാണാതെയാകുന്നു എന്ന് തോന്നുന്നത് തീർച്ചയായിട്ടും വികാരവിക്ഷോഭം ഉണ്ടാക്കാവുന്ന ഒരു കാര്യം. അതുണ്ടാവരുത്. വിവേകത്തോടെ ഈ സാഹചര്യത്തെ സമീപിക്കണം. അയ്യോ കർത്താവിനെ ക്രൂശിച്ചു എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയോ, എന്നാൽ ക്രൂശിച്ചവനെ തട്ടിയിട്ടേ ഉള്ളൂ എന്ന രീതിയിൽ വിദ്വേഷത്തോടെ പ്രവർത്തിക്കുകയോ ചെയ്യേണ്ട സമയമല്ലിത്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ നിയമസഭയിൽ ഉണ്ടായ കാര്യങ്ങൾ നിങ്ങൾ കണ്ടതാണ് അല്ലേ? കണ്ടില്ല? നന്നായി. ഒരു വിഷയത്തെ നമ്മുടെ സ്ഥാനമാനങ്ങളുണ്ടായെന്ന് അഭിമാനിക്കുന്ന ആളുകൾ സമീപിച്ച ശൈലി വളരെ അപമാനകരമാണ്. അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതേക്കുറിച്ച് പറയുന്നത് തന്നെ അപമാനകരമാണ്. ഇത് രണ്ടും ഉണ്ടാകാതെ വിവേകത്തോടെ ഒരു കാര്യത്തെ സമീപിക്കുക. എനിക്ക് തോന്നുന്നത് ഈ നോമ്പ് കാലത്ത് നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പാഠം അതാണ്. ഏത് വിഷയമായാലും, ധാരാളം വിഷയങ്ങൾ ദൈനംദിനം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഏതോ ഒരു കോമഡി ചിത്രകഥയിൽ, പഴയ ബോബനും മോളിയിലെ കഥയാണ്. പപ്പ എവിടെയാണ് ജനിച്ചത്? കോട്ടയത്താണ്. മമ്മിയോ? തിരുവല്ലയിൽ. ഞാൻ ജനിച്ചത് എറണാകുളം ആശുപത്രിയിൽ. അപ്പം നമ്മൾ 3 പേരും കൂടി കണ്ട എവിടെ വെച്ചാണ്. ഇങ്ങനെ 3 കൂട്ടമാണ് ഈ കുടുംബത്തിലുള്ളത്. ഒരു വീട്ടിൽ ജനിച്ചു വളർന്ന ഒരു പുരുഷൻ, വേറൊരു വീട്ടിൽ ജനിച്ചു വളർന്ന ഒരു സ്ത്രീ, ഇവർ 2 പേരുടെയും കൂടെ വീട്ടിൽ ജനിച്ചു വളർന്ന പിള്ളേർ. ഇവർക്ക് ഇവരുടേതായ വ്യക്തിത്വമുണ്ട്. തീർച്ചയായിട്ടും വ്യക്തിത്വമുണ്ടെങ്കിൽ അഭിപ്രായങ്ങളുണ്ടാകും. ആരുടെയും അഭിപ്രായം അവസാന വാക്കല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഏറ്റക്കുറച്ചിലുകൾ, വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇതിനെ നേരിടുന്ന മാർഗം എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം ഈ കുടിയേറി വന്ന ആര്യന്മാർ കൊണ്ടുവന്ന ഒരു ഉച്ചനീചത്വത്തിൻ്റെ ശൈലിയുണ്ട്. ഒരു സ്ട്രാറ്റിഫൈഡ് സൊസൈറ്റിയാണ് എന്ന് പറയും. തട്ടുകളുള്ള, ഇങ്ങനെ മുകളിൽ ഒരു കൂട്ടർ, അതിൻ്റെ താഴെ നമ്മുടെ ട്രെയിനിലെ സെക്കൻഡ് ക്ലാസ് പോലെ. ഏറ്റവും മുകളിൽ കിടക്കുന്ന ആൾ കൂർക്കം വലിച്ചാൽ താഴെ കിടക്കുന്ന ആളിന് വരെ ബാധകമാണ്. പക്ഷേ മുകളിൽ കിടക്കുന്നവൻ്റെ വിചാരം ഞാൻ മുകളിലാണ്, എല്ലാവരും എൻ്റെ താഴെയാണ് എന്നാണ്. അപ്പം സ്വാഭാവികമായിട്ടും അവന് താഴെ വരാനുള്ള മാർഗം താഴത്തെ തട്ടുകൾ മാത്രമാണ്. ആ ബന്ധം നഷ്ടപ്പെട്ടാൽ അവൻ മുകളിൽ തന്നെ നിൽക്കുള്ളൂ, കഞ്ഞി കുടിക്കാതെ. ഇത് മനസ്സിലാക്കാത്ത ഒരു ശൈലി ഉണ്ടായി. അത് ഏറ്റവും കൂടുതൽ ഒരു പകർച്ചവ്യാധി രോഗമായിട്ട് പിടിപെട്ടിട്ടുള്ളത് നമ്മുടെ പുരുഷന്മാരെയാണ്. ധാരാളം ആളുകളെ
ഈ ഡംഭ് പിടികൂടാം. അതുപോലെ ശമ്പളത്തിൻ്റെ, വിദ്യാഭ്യാസത്തിൻ്റെ, കുടുംബത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ സ്വാഭാവികമായിട്ടും ഈ അഭിപ്രായങ്ങളെയും അഭിപ്രായങ്ങളോടുള്ള സമീപനത്തെയും സ്വാധീനിക്കാവുന്നതാണ്. എങ്ങനെയാണ് ആ സാഹചര്യം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ആ കുടുംബത്തിൻ്റെ സ്വസ്ഥമായ, സമാധാനപരമായ, സ്നേഹാടിത്തറയിലുള്ള ഭാവിയെ തീരുമാനിക്കുന്ന വിഷയം. ഹൃദയം കലങ്ങിയിട്ട് പണ്ട് കാലങ്ങളിൽ നമ്മുടെ ചില സ്ത്രീകൾ അത്തരം സാഹചര്യങ്ങളിൽ പറഞ്ഞിരുന്നൊരു കാര്യം, ഞാൻ എൻ്റെ വീട്ടിൽ പോകും അധികം കളിച്ചാൽ. ഒരു സ്ത്രീയും പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം അവിടെ ചെല്ലുമ്പോൾ അവിടെ വേറെ നാത്തൂനാണല്ലോ. പക്ഷെ എന്നാലും ഒരു ഒളിച്ചോട്ടത്തിൻ്റെ ശൈലിയിൽ കാണാം. അല്ലെങ്കിൽ നമ്മുടെ നിയമസഭയിൽ കണ്ടതുപോലെ ഒരു കയ്യാങ്കളിയുടെ ശൈലിയിൽ ഈ വ്യത്യാസത്തെ നേരിടാം. രണ്ടായാലും അപകടമാണ്. ഇക്കാലത്ത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ എന്നാൽ ഞാൻ പോകും എന്നൊരു ഭാവം വർദ്ധിച്ചു വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ വിവാഹമോചനങ്ങൾ വർദ്ധിക്കുന്നത്. ആരും ആരേക്കാൾ ഉയർന്നതോ താഴ്ന്നതോ അല്ല എന്നുള്ള ഒരു ധാരണയാണുണ്ടാകുന്നത്. പക്ഷെ താഴ്ന്നത് ഉണ്ടാകുന്നുണ്ട് അവിടെ. കുഞ്ഞുങ്ങൾ, അപ്പനും അമ്മയും അവരുടെ ഇഷ്ടത്തിൽ തന്നെ വേർപെടാൻ തുടങ്ങുമ്പോൾ ഒന്നുകിൽ സ്വത്തവകാശം പോലെ കസ്റ്റഡി അവകാശത്തിന് വേണ്ടിയുള്ള ഒരു വസ്തുവാവും പിള്ളേർ, അല്ലെങ്കിൽ അന്വേഷകരില്ലാത്ത, ആലംബമില്ലാത്ത അനാഥരായിത്തീരും. രണ്ടായാലും പ്രശ്നം തീരുന്നില്ല, അടുത്ത തലമുറയിലേക്ക് അത് കൈമാറിപ്പോവുകയാണ്. ഇല്ലെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും വീടുകളിൽ ഷട്ടിൽ സർവീസ് നടത്തുന്ന ഒരവസ്ഥയിൽ ഈ നാട്ടിൽ ധാരാളം കാണുന്നതാണ്. അങ്ങനെ വളർന്നു വരുന്ന പിള്ളേരുടെ മാനസികാവസ്ഥ, അവരുടെ സ്നേഹഭാവത്തിൻ്റെ ശൈലികൾ എല്ലാം കുറേയൊക്കെ വികലമായി തീരാറുണ്ട്. വിഷയങ്ങളെ യാഥാർത്ഥ്യബോധത്തോടെയും ക്രൈസ്തവ ശൈലിയിലും നേരിടാൻ സാധിക്കുക എന്ന് യേശുതമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഈ ഒരു ആധാരത്തിലെ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെയും അതിനുശേഷമുള്ള നിങ്ങളുടെ ജീവിതത്തെയും കൈകാര്യം ചെയ്യാൻ, വിലയിരുത്താൻ, സമീപിക്കാൻ സാധിക്കും. അതല്ലാതെ വന്നാൽ അപകടകരമായ ഒരവസ്ഥയാണ്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പത്രോസിന് സംഭവിച്ചത്. എങ്ങനെയാണ് കർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ വരുന്നവരെ നേരിടേണ്ടത്? എങ്ങനെയാണ് കർത്താവിനോട് കൂടെ കൊല്ലപ്പെടാൻ സാധ്യതയുള്ള വിധത്തിൽ സ്വയം യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവനാണ് എന്ന് വെളിപ്പെടുത്താൻ സാധിക്കുക? എങ്ങനെയാണ് താൻ യേശുക്രിസ്തുവിന് സംഭവിച്ച ഈ അപകടത്തെ തൻ്റെ 30 വെള്ളിക്കാശ് കാരണമായി തീർന്നു എന്നുള്ള അവസ്ഥയെ നേരിടുക? ഈ 3 സന്ദർഭങ്ങളെയും വേണ്ടും വണ്ണം വിവേകത്തോടെ, വിവരത്തോടെ നേരിടാൻ സാധിച്ചില്ല.
നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും അങ്ങനെയാണ് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് സാമ്പത്തിക പരാധീനതയെ, ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസപരമായ വളർച്ചയെ ഒക്കെ നമ്മൾ സമീപിക്കുക? പലപ്പോഴും ഈ കലങ്ങിയ ഹൃദയത്തോടു കൂടെയാണ് സമീപിക്കുക, ദൈവാശ്രയ ബോധത്തോടെ അല്ല. അത് അപകടകരമായ ഒരവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ആളുകൾ പറയുമായിരുന്നു, 100-150 റബ്ബർ ഉള്ളതുകൊണ്ട് ആരെയും പേടിക്കാതെ ജീവിക്കാം. ഇപ്പൊ റബ്ബറിന്റെ സ്വഭാവം കാണിച്ചു. റബ്ബറിന്റെ സ്വഭാവം വലിച്ചാൽ നീളുകയും വിട്ടാൽ പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യാം. 95 രൂപ ഉണ്ടായിരുന്ന സാധനം വലിച്ചു നീട്ടി 240 രൂപയായി. കൈ വിട്ടപ്പോൾ വീണ്ടും 90ആയി. ഇപ്പം മേടിക്കാൻ പോലും ആളില്ല. അത് കച്ചവടം ചെയ്യുന്നവരെല്ലാം കട അടച്ചു. വ്യാപാരം നടക്കുന്നില്ല. ബാക്കിയുള്ളത് സകലതും വെട്ടിക്കളഞ്ഞാണ് റബ്ബർ വെച്ചത്. സ്നേഹത്തെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും പഠിക്കാൻ സൗകര്യം കിട്ടാത്ത വിധത്തിൽ കുഞ്ഞുങ്ങളെ ആധുനിക വിദ്യാഭ്യാസത്തിന് നിർബന്ധിച്ച മാതാപിതാക്കൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് മുഴുത്ത തൊഴിലും നേടി പട്ടണത്തിൽ ചെന്ന് പെട്ട പിള്ളേരെക്കുറിച്ച് ദുഃഖിക്കുന്നുണ്ട്. അവരുടെ ജീവിതശൈലി, അവരുടെ ക്രൈസ്തവ ജീവിത ശൈലി, അവരുടെ ബന്ധങ്ങളുടെ ശൈലി എല്ലാം ഇവർ ഊഹിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. കാരണം വിദ്യാഭ്യാസവും വിദ്യാഭ്യാസം കൊണ്ട് കിട്ടേണ്ട ജീവിത വിജയവും കലങ്ങിയ ഹൃദയത്തോടെ, ആശങ്കയോടെയാണ് നോക്കിക്കണ്ടത്. അയ്യോ, ഇന്ന പള്ളിക്കൂടത്തിൽ വിട്ടില്ല എങ്കിൽ, ഇന്ന വിഷയം പഠിച്ചില്ല എങ്കിൽ എൻ്റെ കൊച്ചിൻ്റെ ഭാവി ആകെ അപകടത്തിലാവും. അങ്ങനെ പള്ളിയിൽ പോകാനോ പ്രാർത്ഥിക്കാനോ സൺഡേ സ്കൂൾ പഠിക്കാനോ അവസരം നൽകാതെ ദൈവ ഇടപെടലുകളുടെ ചരിത്രം പഠിക്കാതെ വളരാനിടയായി. ആരോഗ്യകരമായ ഒരു ആത്മീയത പോലും പരിചയമല്ലാതെയായി. അത് കലങ്ങിയ ഹൃദയത്തിൻ്റെ പ്രവർത്തന ശൈലിയുടെ പ്രത്യേകതയാണ്. അതേസമയം യേശുതമ്പുരാൻ ആവശ്യപ്പെടുന്നത് എന്നിൽ വിശ്വസിപ്പിൻ, ദൈവത്തിൽ വിശ്വസിപ്പിൻ. ഈ പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാകുന്നത്? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമത്, വിശ്വാസം എന്നത് എന്താണ് എന്ന് അറിയാനുള്ള ഒരു നിർദ്ദേശമുണ്ട് ഇവിടെ. അതേക്കുറിച്ച് നാളെ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്, അതിലടങ്ങിയിരിക്കുന്ന രണ്ട് വിഷയങ്ങൾ. ഒന്ന്, സകലത്തിൻ്റെയും സൃഷ്ടാവ് ആരാണ് എന്നറിയണം. അതിൽ നമ്മുടെ അവസ്ഥകളുണ്ട്, നമുക്ക് ചുറ്റുമുള്ള വിഷയങ്ങളെക്കുറിച്ചുണ്ട്, ആ വിഷയങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ചുണ്ട്. ആധാരം എന്താണ് നമ്മുടേത്? എത്ര ഉയരത്തിൽ പോയാലും ആധാരം നഷ്ടപ്പെട്ട അവസ്ഥയാണ് എങ്കിൽ ഉയരങ്ങൾ അപകടകരമാണ്. നിങ്ങളുടെയൊക്കെ ചില പിള്ളേർ
2-3 മാസം കൂടി കോളേജിൽ നിന്ന് ഡോമട്രിയിൽ നിന്നോ തിരിച്ചു വരുമ്പോൾ മമ്മി ഉണ്ടാക്കിയ ആ ഭക്ഷണം ഒന്ന് കഴിക്കാൻ എന്ത് ആഗ്രഹത്തോടെയാണ് വന്നത്. എന്തുകൊണ്ടാണെന്നറിയാം? എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും, എന്തെല്ലാം അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും, വീട്ടിൽ വരുമ്പോൾ ചൂടുള്ള ഭക്ഷണവും ഭക്ഷണം കൊടുക്കാൻ സ്നേഹമുള്ള അമ്മയും അമ്മയോടൊപ്പം അപ്പനും ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. പ്രത്യേകിച്ച് ഈ രാജ്യത്ത് അവരുടെ കൂടെ പഠിക്കുന്ന നല്ലൊരു ശതമാനം പിള്ളേർക്കും ഇല്ലാത്ത ഒരു സൗഭാഗ്യവുമാണ്. അതില്ല എന്ന് തോന്നിയാൽ പിന്നെ എങ്ങനെ ജീവിച്ചാൽ എന്താ? എന്നെ സ്നേഹിക്കുന്നവർ, എന്നെ കരുതുന്നവർ, എനിക്ക് ചുറ്റിക്കറങ്ങി ലക്ഷ്യം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ തിരിച്ചു ചെല്ലാൻ ഒരു സ്ഥലം, ഇതൊന്നുമില്ല എന്ന തോന്നൽ ഡെവാസ്റ്റേറ്റിംഗ് ആണ്. സകലതും പൊളിച്ചു കളയുന്നതാണ്. ഇതാണ് ഈ രണ്ടാമത്തെ വിഷയത്തിലെ ഒന്നാമത്തെ കാര്യം. ആത്യന്തികമായി എനിക്ക് ആശ്രയിക്കാൻ ഒന്നുണ്ട്. അത് യേശുതമ്പുരാൻ തൻ്റെ അവസാന ക്രൂശിലെ വാക്കായി പറയുന്നുണ്ട്. പിതാവേ, ഞാൻ എന്നെ തന്നെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മലയാളത്തിൽ എൻ്റെ ആത്മാവിനെ എന്നാണ്. അത് വളരെ തെറ്റായ വ്യാഖ്യാനാണ്. എന്നെ തന്നെ, മൈസെൽഫ് സബ്മിറ്റ്, പൂർണ്ണമായിട്ട്. എല്ലാവരും വിട്ടുപോയില്ലേ? ശിഷ്യന്മാർ ഉപേക്ഷിച്ചിട്ട് പോയി. ആകെ ഒരുത്തം മാത്രമേ ശേഷിച്ചുള്ളൂ. അപ്പം തിന്നവർ കൂടെ ഇല്ല, രോഗശാന്തി വന്നവർ കൂടെ ഇല്ല. ഇവന്റെ പുറകെ, ഈ രാഷ്ട്രീയ നേതാവിൻ്റെ പുറകെ ഇൻകുലാബ് വിളിച്ചുകൊണ്ട് നടന്നതുവരെ പോലെ നടന്ന ഒരു മനുഷ്യനും കൂടെ ഇല്ലാതെ എല്ലാവരും കൈവിട്ടു പോകുമ്പോഴും കൈവിടാത്ത ആധാരമുണ്ട് എന്ന ബോധ്യം, ആ ബോധ്യമാണ് അവനെ കൊണ്ടത് പറയിപ്പിച്ചതും ആ പറഞ്ഞത് കൊണ്ടാണ് അവൻ ഉത്ഥാനം ചെയ്തത്. കാരണം ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുന്ന ഒന്നിനും ആശയില്ല. ദൈവാധാരം ഉള്ള ഒന്നിനും പരാജയമില്ല. പരാജയത്തെ പോലും വിജയമാക്കാൻ അതിന് സാധിക്കും. എങ്ങനെയാണ് ആ വിഷയത്തെ നോക്കിക്കാണുന്നതെന്നുള്ള അനുസരിച്ചിരിക്കും. ഒരിക്കലും നിഷേധപരമായി, നെഗറ്റീവായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണില്ല. എന്നെ കരുതുന്നവൻ ഉണ്ട് എന്ന ബോധ്യം. രണ്ടാമത് അതിൽ തന്നെയുള്ളത്, എന്നിൽ വിശ്വസിപ്പീൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്ന ഒരാളെ കുറിച്ചല്ലേ പറയുന്നത്. ദൈവത്തിൻ്റെ തന്നെ രണ്ടാമത്തെ സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. രക്ഷ എന്ന സ്വഭാവം. കൂരിരുൾ താഴ്വരയിൽ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടില്ല. കാരണം അവൻ നല്ല ഇടയനാണ്. ഏത് ദുർഘടമായ സാഹചര്യത്തിലും എൻ്റെ രക്ഷകനാണ് അവൻ എന്ന ബോധ്യം. ഇത് നഷ്ടപ്പെട്ടവരാണ് ഹൃദയം കലങ്ങിയവർ. എനിക്ക് എന്നെ തന്നെ രക്ഷിച്ചേ മതിയാവൂ എന്നൊരു ധാരണപ്പശക് വന്നു പോയാൽ ഈ കലങ്ങലാണ്. കാരണം ഒരു മനുഷ്യനും പൂർണ്ണമായി ആ മനുഷ്യനെ തന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. ചില ആളുകൾ പറയും, കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, ഓഗസ്റ്റ് മാസം 14-ാം തീയതി ഞാൻ രക്ഷ പ്രാപിച്ചു. ഓഗസ്റ്റ് മാസം 14-ാം തീയതി പാതിരാത്രി രക്ഷ പ്രാപിച്ചു. ഇന്ത്യയുടെ കഥ നമുക്ക് ഏതാണ്ട് ഇപ്പം അറിയാലോ. അതാണ് ഈ നിയമസഭയിൽ നമ്മൾ കണ്ടതും പാർലമെന്റിൽ കാണുന്നതൊക്കെ. എല്ലാവരും പരസ്പരം ആദരിക്കുകയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ
ഈ രക്ഷയുടെ അനുഭവം ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും ആ ബോധ്യം ഉണ്ടാകണമെങ്കിൽ ആത്യന്തികമായ രക്ഷകനെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകും. അതില്ലാതെ ഞാനാണ് ഈ ലോകം മുഴുവൻ ചുമ്മിക്കൊണ്ട് നടക്കുന്നത് എന്നൊരു തോന്നൽ വന്നാൽ ഉടനെ ഉണ്ടാകുന്ന ആശങ്കയാണ്, എൻ്റെ തലയിലാണല്ലോ ഇത് മുഴുവൻ, ഇതെങ്ങനെ നേരെയാക്കും, ഇതെങ്ങനെ രക്ഷപ്പെടുത്തും. ഇതൊക്കെ വലിയ ആശങ്കയുടെ വിഷയമാണ്, ഹൃദയം കലങ്ങുന്ന വിഷയമാണ്. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഈ രക്ഷകനെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവും. ഈ ബോധ്യമാണ് യേശുതമ്പുരാൻ നൽകാൻ ശ്രമിക്കുന്നത്. ഏത് സാഹചര്യത്തെയും ആത്യന്തികമായി വിമോചനപരമാക്കുന്നത്, രക്ഷാകരമാക്കുന്നത് രക്ഷകനാണ്. കാനാവിലെ വിവാഹ ഭവനത്തിലെ അവസ്ഥ അതിന് ഉത്തമ ഉദാഹരണമാണ്. സാധാരണ കല്യാണത്തിന് സാമ്പാർ കുറഞ്ഞു പോയാൽ എന്താ ചെയ്യുക? കഞ്ഞിവെള്ളം, അതിൻ്റെ കുറുകൽ അനുസരിച്ചിരിക്കും പിന്നെ സാമ്പാറിൻ്റെ അവസ്ഥ. അത് ആ നാട്ടിൽ പതിവുള്ള ഒരു കാര്യമായിരുന്നു. ആദ്യം നല്ല വീഞ്ഞ് കൊടുക്കും, പിന്നെ എല്ലാവരും ഒരുവിധം പിമ്പിരിയായി എന്ന് കാണുമ്പോൾ പിന്നെ എന്തായാലും പ്രശ്നമില്ലല്ലോ. പരസ്പര ബന്ധത്തിൽ ആശ്വാസം തേടുന്ന രക്ഷയുടെ അനുഭവം ആത്യന്തികമായി ദൈവത്തോടുള്ള ബന്ധത്തിൽ മാത്രമാണ്. ഇത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ആകുലതയുടെ ആവശ്യം വരില്ല. മോശ ദൈവത്തോട് പറഞ്ഞു, അയ്യോ, എനിക്ക് വർത്താനം പറയാനൊന്നും അറിഞ്ഞുകൂടാ, എനിക്ക് വാക്വിലാസം കുറവാണ്, അതുകൊണ്ട് എന്നെ വിട്ട് വേറെ ആളെ നോക്കണം. അതിന് ദൈവത്തിൻ്റെ മറുപടി, നീ തന്നെ പോ, നിനക്ക് കുറവുണ്ടെങ്കിൽ പരിഹരിക്കാൻ എനിക്ക് മാർഗമുണ്ട്. അതല്ലാതെ രക്ഷ സാധ്യമല്ല. എന്നെ ശക്തീകരിക്കുന്നവൻ നിമിത്തം ഞാൻ സകലത്തിനും മതിയായവൻ. അത് അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. പ്രതിസന്ധികളെ നേരിട്ട് വിജയകരമാക്കാൻ രക്ഷകന്റെ തുണ ഉണ്ടായെങ്കിൽ ആ തുണ ആശ്രയമാക്കണം. ഇവിടെ പറയുന്നത് സ്വയം അതിലൂടെ കടന്നുപോയ ഒരാളാണ്. വഴിയെ നടന്നുപോയവർ പറഞ്ഞു, ദൈവാലയം പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയുന്നവനെ, നീ നിന്നെ തന്നെ രക്ഷിക്കുക. കളിയാക്കി പറഞ്ഞതാ, പക്ഷെ അവസാനം സംഭവിച്ചത് അത് തന്നെയാ, അല്ലേ? അവൻ ഉയർത്തു, ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം. പക്ഷെ അവനെ രക്ഷിച്ചത് അവൻ്റെ പിതാവിനോടുള്ള ബന്ധത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടെ യേശുതമ്പുരാൻ പറയുന്നത്, എന്നിൽ വിശ്വസിപ്പീൻ, ദൈവത്തിൽ വിശ്വസിപ്പീൻ. ഇത് നമ്മുടെ ധ്യാനത്തിൻ്റെ ഒരു വിഷയമാണ്. നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം.
യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം. ഗുരുക്കന്മാർ ഇല്ലാതിരുന്ന ഒരു ലോകത്ത് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും തിരിച്ചറിവിൻ്റെയും വചനമായി അവതരിച്ച യേശുതമ്പുരാൻ്റെ യാത്രാമൊഴികൾ. ശിഷ്യന്മാരെ ബലപ്പെടുത്തുവാനും അവരെ പ്രവർത്തന സജ്ജരാക്കാനും വിവേകം നഷ്ടപ്പെട്ട വികാരത്തിന് അടിമപ്പെട്ട് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനും അവൻ നൽകിയ നിർദ്ദേശങ്ങൾ. അത് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവിത ബന്ധങ്ങളെയും സ്വാധീനിക്കുന്നവ ആയിത്തീരാൻ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മല പോലെ, കടൽ തിര പോലെ ഉയർന്നു നിൽക്കുന്ന, ഇളകി വരുന്ന ഏത് സാഹചര്യവും ഹൃദയം കലങ്ങേണ്ട സാഹചര്യമല്ല, മറിച്ച് പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും ബലപ്പെടാനുള്ള സാഹചര്യം അത്രേ സൃഷ്ടിക്കുന്നത്. ഇത് ഈ ദിവസം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. കർത്താവേ, ഈ ബോധ്യം ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിവേകത്തോടെ ലോകത്തിൽ ജീവിക്കാൻ, അങ്ങയിൽ ആശ്രയം വെച്ചുകൊണ്ട് ലോക സാഹചര്യങ്ങളെ നേരിടാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നപേക്ഷിക്കാം. നമ്മെയും നമ്മുടെ ജീവിതങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളിലെ വിഷയങ്ങളെ, നമ്മെ അലോസരപ്പെടുത്തുന്ന കാര്യങ്ങളെ, നമ്മുടെ പ്രതീക്ഷകളെ എല്ലാം ദൈവസന്നിധിയിൽ വയ്ക്കാം. അവയൊക്കെയും നേരാമണ്ണം കാണാനും സൃഷ്ടിപരമായി സമീപിക്കാനും കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നിഷേധമായിട്ടല്ല, ആകുലതയിലും ആശങ്കയിലുമല്ല, ദൈവാശ്രയബോധം നൽകുന്ന ഉറപ്പോടെ എല്ലാത്തിനെയും സമീപിക്കാൻ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, സകലതിലും അങ്ങയിൽ ബലപ്പെട്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നപേക്ഷിക്കാം. ഈ കഷ്ടാനുഭാഴ്ച അടുത്തു വരുന്ന ദിവസങ്ങളിൽ കഷ്ടാനുഭവത്തിൻ്റെ യഥാർത്ഥ അർത്ഥവും ഞങ്ങളുടെ ജീവിതത്തിലെ സ്വാധീനവും കണ്ടറിയാനും അത് പാഠമാക്കാനും ഞങ്ങളെ സഹായിക്കണമേ എന്നപേക്ഷിക്കാം. നാഥ, കൃപ ചെയ്യണമേ. ഞങ്ങളുടെ ഈ കൂടിവരവിലുള്ള അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ ബോധങ്ങളെ ഉണർത്തുന്നതും ഞങ്ങളുടെ വിവേകങ്ങളെ വളർത്തുന്നതും ഞങ്ങളുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നതുമാക്കി തീർക്കണമേ എന്നപേക്ഷിക്കാം. കർത്താവെ, ഈ ദിവസം ഞങ്ങളോട് സംസാരിച്ചതിനാൽ അങ്ങയെ സ്തുതിക്കുന്നു. എപ്പോഴും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. കടലിലേക്ക് ഇറങ്ങിയ പത്രോസ് ചഞ്ചലചിത്തനായതുപോലെ ചിലപ്പോൾ ഞങ്ങളും
ബലം നഷ്ടപ്പെട്ട് ചഞ്ചലചിത്തർ, ഹൃദയം കലങ്ങിയവരാകുമ്പോൾ ഞങ്ങളെ ബലപ്പെടുത്തി എന്തിന് ഭയപ്പെടുന്നു, വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞ് ഉയർത്തി നിർത്തണമേ. അങ്ങയിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നപേക്ഷിക്കുക. ഈ ദിവസം പ്രത്യേകമായും പരുമല തിരുമേനിയുടെ മധ്യസ്ഥരുടെ ദിവസം അത്രേ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് അഭയപ്പെടാം. ഏത് പ്രതിസന്ധിയെയും തൻ്റെ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് നേരിട്ട അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് തുണയായിരിക്കാൻ ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം. എല്ലാം മനസ്സിൽ ഒതുക്കിക്കൊണ്ട് കർത്താവിനെ പിന്തുടർന്ന കന്യമറിയാമിൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയപ്പെടാം. ലോകത്തെ ക്രിസ്തുവിലുള്ള ബന്ധത്തിൽ നേരിട്ട സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയിൽ നമുക്ക് അഭയപ്പെടാം. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ സകല പരേതരെയും അവരുടെ കൂട്ടായ്മയെയും ഈ സമയത്ത് നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ അവിടുന്ന് രക്ഷിതമാക്കി തീർക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും എല്ലാം തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ആ വഴി നടത്തിപ്പ് അറിയാനും അറിഞ്ഞ് അങ്ങയെ അനുഗമിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങേക്കും അവിടുത്തെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റും ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ.